എടാ കുട്ടപ്പ എഴുന്നേക്കടാ, മണി 9. എടാ എഴുന്നേക്കാൻ. എടാ മോക്കാൻ. എന്നടാ പള്ളി പോകാനുള്ളതല്ലേ? അതിനു മുമ്പ് കുളി ഉണ്ടോന്നാ ചോദിച്ചത്. അതാണ് അങ്ങനെ ചോദിച്ചത്? അതല്ലേ പതിവ്. അതെ, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലല്ലേ? വകുപ്പ് പഠിക്കാതെ ചെല്ലടാ. കുർബാന സമയത്ത് പള്ളി ചെന്നില്ലേ പിന്നെ പള്ളിയിലല്ലാതെ പിന്നെ പട്ടശാപ്പി കുർബാനയില്ലല്ലോ. അവിടെ നില്ലടാ. എന്തുവാടാ പിറുപിറുക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറയാനുണ്ടെ ഉറക്കെ പറയണം. ഈ ഞൊടിച്ചിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്ന് പറഞ്ഞ നിൽക്കുന്നേ ഓടാ. ചേടാ നിക്കാൻ പറഞ്ഞിട്ടില്ലേ നിന്നത്? ഇത് വലിയ കോടാലിയായില്ല. ജോണിക്കോ, നമ്മൾ വളപ്പിൽ മാമച്ചൻ്റെ അടുത്ത് ഒരു ഡോബർമാൻ പട്ടിയുള്ളെങ്കിൽ കണ്ടതാണ്. മാമച്ചൻ ഉക്കം വിലയാ പറയുന്നത്. പട്ടി കള്ളം പട്ടിയാ. എന്നാ കൊടുക്കാൻ നിന്റെ ഒരു അഭിപ്രായത്തില്? അച്ചോ, ഇത് കുമ്പസാരക്കൂടാ. വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം ഇവിടെ വെച്ച് വേണോ? ശരി, എന്നാ നീ പറ. ഞായറാഴ്ച കൺട്രി ക്ലബിൽ ഒരു കച്ചവച്ച ഉണ്ടായി. ഉണ്ടാക്കിന്ന് പറ. അച്ഛൻ ഇടയ്ക്ക് കയറല്ലേ, ആദ്യം കേക്ക്. ഞായറാഴ്ച ദിവസം കൺട്രി ക്ലബിൽ നിന്ന് പോകുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഒതുക്കത്തിൽ ഒരു 4 വിട്ടേച്ച് പോരാമെന്ന് കരുതി കയറിയതാ. സമ്മതിക്കത്തില്ല. ആ മിഡ് വൈഫ് ഏലിയമ്മയുടെ മകൻ ഒരുത്ത മസ്കറ്റിൽ നിന്ന് വന്നിട്ടില്ലേ, എന്നതാ അവന്റെ പേര്? ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ അവൻ പറയുവാ ജോണിക്ക് കള്ളു മൂത്തിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുവാന്ന്. ജോണിക്ക് കള്ളു മൂക്കണമെങ്കിലേ ചില സമയം പിടിക്കും. നിനക്ക് അറിയാൻ മേലാത്തോണ്ടാ. ഇതെല്ലാരും പറയുന്നതാ. വേണ്ടാവേ, നീ വെറ്റിനുണ്ടോ? ഇനി ഒരു ഫുള്ള് പിടിപ്പിച്ചേച്ച് ജോണി സ്റ്റേഡിയായിട്ട് ഇതാ ഇവിടെ നിൽക്കും. ശരി ഇല്ലേലോ? നീ പറയുന്ന പണി ഞാൻ ചെയ്യും. നീ എന്നാ തരും പറ. 5 ഫുള്ള് ജോണി വാക്കർ ഏറ്റാ? ഏറ്റു. ഒരു ഫുള്ള് ജോണി ഞെറാ. കുപ്പി 5 ഇങ്ങോട്ട് വെക്കേ. തരാം. ഇവിടെ ഇപ്പൊ വെക്കണം. അല്ല, ജോണി ഇത് ഇത്ര അങ്ങ് സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ തന്നെ ഒന്ന് ഗീറ് കയറ്റാൻ വേണ്ടി തമാശ പറഞ്ഞതല്ലേ. അല്ല, കുപ്പി എത്ര വേണേലും ഞാൻ വാങ്ങിച്ചു തരാം. വേണേ വാങ്ങിച്ചു തരാവുന്ന അങ്ങനെ നിന്റെ ഓച്ചാരം എനിക്ക് വേണ്ടോ? ഞാൻ എന്റെ തനിക്കുണം കാണിച്ചു. ബെറ്റ് കെട്ടി അതിന്റെ അന്തസ് കാണിക്കണ്ടേ അച്ചോ? മോനെ ജോലിക്ക, ഇത് പോലീസ് സ്റ്റേഷനല്ല, കുമ്പസാരക്കൂടാണ്. നീ ഏത് വഴിയെ പോയാലും ഒരു തള്ളുറപ്പാ. എന്നിട്ട് അതെല്ലാം ഒരു കടലാസ് കൊണ്ടേ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഞാൻ കാലം കുറയാലോ കേൾക്കണം. അതെന്നെ അച്ഛനൊരുമാതിരി അങ്ങനെ പറയുന്നേ? കാര്യമില്ലാതെ ഞാൻ എന്നാ വഴക്കുണ്ടാക്കിയെന്നാ? അല്ല, ഞാൻ പറയുന്ന അച്ഛനൊന്നും പറയണ്ട. തെറ്റുപറ്റാത്ത മനുഷ്യരാരാ? പശ്ചാത്തപിച്ച കർത്താവ് പൊറുക്കുന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ. ശരി, നീ പറ. നീ തന്നെ പറ. എനിക്കൊന്നും പറയാൻ. ജോണി, നിന്റെ അനിയച്ചാരുടെ പേരെന്തുവാ? അവന്റെ പഠിത്തമൊന്നും കഴിഞ്ഞില്ലേ? അതെങ്ങനെ അച്ചോ? അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. നീ അവന്റെ കാര്യം വല്ലതും തിരക്കുന്നുണ്ടോ? ബാംഗ്ലൂർ ആ സ്ഥലം കുഴപ്പം പറ്റിയിടമാ. അങ്ങനെയൊന്നും ഇല്ലച്ചോ. അവൻ എന്നെക്കാളും മിടുക്കനാ, കാര്യവിവരമുള്ളവനാ. ഞാൻ പോട്ടെ. എങ്ങനെയാ, വീട്ടിലേക്കാണോ അതോ സൗകര്യമുള്ളിടത്തോട്ട്? കേറണേ കേറ്, വഴി ഇറക്കി വിട്ടേക്കാം. കള്ളടിച്ച് 4 ഇല വന്ന വാതിൽ ഞാൻ തുറക്കത്തില്ല. ഓടാറുന്നു കുട്ടപ്പായി, മേടയിൽ ഇച്ചിരി പണിയുണ്ട്. അത് അച്ഛൻ തന്നെ പണിഞ്ഞാൽ മതി. പിശാചി